Okay, fine. Naruto, the movie number 3, Guardians of the Crescent Moon Kingdom. 2006 ഇറങ്ങിയ നാറൂട്ടോയുടെ ഫസ്റ്റ് മൂവി പാർട്സിലെ മൂന്നാമത്തെ മൂവി ആയിട്ടുള്ള ആ ഒരു മൂവിയാണ് ഗാർഡിയൻസ് ഓഫ് ദി ക്രിസന്റ് മൂൺ കിങ്ഡം. ഇതൊരു നോൺ കനോൺ ആയിട്ടുള്ള ഒരു മൂവിയാണ്, ബട്ട് അനിയം ടോണിലും ക്യാരക്ടറൈസേഷനിലും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് നാറൂട്ടോ ഉസുമാക്കി, സാക്കുറ, കക്കാഷി, പിന്നെ റോഗ്ലിയാണ്. ഒരു എസ്കോർട്ട് മിഷനാണ് ഇതിന്റെ ഒരു പ്ലോട്ട് ഓവർവ്യൂ. സോ കൂടുതലൊന്നും പറയാതെ ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള ഒരു സമ്മറി വിത്തൗട്ട് ലൂസിങ് എനി കാനോൺ ഇവന്റ്സിലേക്ക് നമുക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഇപ്പോഴാകട്ടെ നമ്മുടെ ടീം 7, അതായത് നാറൂട്ടോ ഉസുമാക്കി, കക്കാഷി, പിന്നെ സാസ്കയ്ക്ക് പകരം ഇവിടെ വന്നിരിക്കുന്ന റോക്ലിയാണ്. റോക്ലി പിന്നെ സാക്കുറയും കൂടി ഒരു ബി റാങ്ക് മിഷനിൽ അങ്ങ് പുറപ്പെടുകയാണ്. ലാൻഡ് ഓഫ് ദി മൂൺ. അവിടുത്തെ ഒരു പ്രിൻസ് മിച്ചൂറു എന്ന് പറയുന്ന പ്രിൻസിനെ എസ്കോർട്ട് ചെയ്യുന്നതാണ് മിഷൻ. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസ് മിഷൂറോ എന്ന് പറയുന്ന ആൾ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു നേഷൻസിൽ നിന്ന് വന്ന ആളാണ്. അതായത് അവിടുത്തെ രാജകുമാരനാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വ്യൂ ആണ് ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഹിക്കാറു. അച്ഛൻ്റെ ആ തനി പകർപ്പ് തന്നെയാണ് ഹിക്കാരുവിനെയും ആദ്യമായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് നമ്മുടെ നാറൂട്ടോനെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുമുണ്ട്. സോ നമ്മുടെ ടിപ്പിക്കൽ നാറൂട്ടോയുടെ സ്വഭാവം അറിയാമല്ലോ, ഒന്നങ്ങോട്ട് കുശുമ്പ് കുത്തും, തിരിച്ച് അവരിങ്ങനെയാണെങ്കിൽ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. ബട്ട് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ ഹിക്കാറിൻ്റെ ഭാഗത്തും കുറച്ചൊക്കെ തെറ്റുകളുണ്ട്. എന്നിരുന്നാലും അവരുടെ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ അങ്ങനെ ഇരിക്കെ നമ്മുടെ ആ ഒരു ജേണി ഒരു സർക്കസിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് ആ ക്യാരവൻ. അവിടെ വെച്ച് നമ്മുടെ യങ് പ്രിൻസിനെ, അതായത് നമ്മുടെ കുട്ടി പ്രിൻസിനെ അവിടുത്തെ ഒരു ടൈഗറിനെ ഇഷ്ടമാവുകയാണ്. ആ ടൈഗറിനെ വേണമെന്ന് രാജകുമാരനോട് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ആ ടൈഗറിനെ മാത്രമല്ല ആ ഒരു എൻ്റയർ സർക്കസ് തന്നെ അങ്ങ് വാങ്ങിക്കുകയാണ്. ഇപ്പോൾ സർക്കസിലുള്ള മൊത്തം മൃഗങ്ങളുണ്ട്. അങ്ങനെ അവർ യാത്ര തുടർന്നു. ഇനി അവരുടെ യാത്ര കപ്പലിൽ കൂടെയാണ്. ഈ കപ്പലിൽ കൂടെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വലിയ സ്റ്റോം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, അതായത് നമ്മുടെ ഈ രാജകുമാരന്മാർ രണ്ടുപേരും ഈ ഹിക്കാറു ഉൾപ്പെടെ പറഞ്ഞു, നമുക്ക് മൃഗങ്ങളെ അങ്ങ് തുറന്നു വിട്ടേക്ക്, എന്തെങ്കിലും ആയി പോട്ടെ. അവിടെ നാറൂട്ടോ ദേഷ്യപ്പെടുന്നുണ്ട്, നിനക്കൊന്നും വാല്യൂ അറിയത്തില്ല, ഇതിനായിരുന്നോ നീ ഇതിനെ മേടിച്ചെന്നൊക്കെ ഒരു രീതിയിൽ ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആ സ്റ്റോമിൽ നിന്ന് നാറൂട്ടോ ഹിക്കാറുവിനെയും ആ ഒരു സാബർ ടൂത്ത് ആയിട്ടുള്ള ആ ഒരു ടൈഗറിനെയും സേവ് ചെയ്യുന്നുണ്ട്. നാറൂട്ടോയുടെ ഈ അർപ്പണബോധവും ധർമ്മവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഹിക്കാറുവിന് നാറൂട്ടോനോട് ഇഷ്ടം തോന്നുകയാണ്. നെക്സ്റ്റ് ഡേ തൊട്ട് ഇവർ ഫ്രണ്ട്സ് എന്ന രീതിയിൽ നടക്കുന്നു. സോ അങ്ങനെ അവർ ലാൻഡ് ഓഫ് ദ മൂണിൽ തിരിച്ചെത്തുകയാണ്. ഈ ഒരു ടൈമിലാണ് ആ ഒരു എൻ്റയർ ടീം ഫൗണ്ട് ഔട്ട് ചെയ്യുന്നത് ഇവരുടെ കൺട്രി വേറെ ഒരാൾ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം സത്യം പറഞ്ഞ ഒരു നോബിൾ റോയൽ ഫാമിലി മെമ്പർ തന്നെയാണ്. അദ്ദേഹം നല്ല 3 പവർഫുൾ നിഞ്ചാസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അസൈൻ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു രാജകുമാരനായിട്ടുള്ള ഹിക്കാറുവിനും അതിൻ്റെ അപ്പനും അവൻ്റെ അപ്പൻ്റെ അപ്പനായിരുന്നല്ലോ രാജാവ്, അദ്ദേഹത്തിനെയും മാറ്റിയിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് ഇതേ സെയിം താരം തന്നെ, അതായത് ആ രാജാവിനെ പറഞ്ഞതുപോലെ തന്നെ ഇവനെയും ഇവൻ്റെ മകനെയും കൊല്ലണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആ ഒരു 3 നിഞ്ചാസിനെ ഹയർ ചെയ്ത് ത്രോണിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിരുന്നാലും അവിടെയുള്ള കുറച്ച് സോൾജേഴ്സിന് ഇവരെ തന്നെയായിരുന്നു ഇഷ്ടം. അവരുടെ ഹെൽപ്പോട് കൂടി ടീം 7ഉം അവരുടെ എൻ്റയർ ആയിട്ടുള്ള ആൾക്കാരും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിരുന്നാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട നമ്മൾ ടീം 7 എത്തുന്ന ഒരു ഹിഡൻ കേവിലാണ്. അവിടെ വെച്ച് നമ്മുടെ പ്രിൻസ് ആയിട്ടുള്ള മിഷൂറു ഫൗണ്ട് ചെയ്യുന്നുണ്ട് അവൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ലെന്ന്. സാക്കുറയുടെ ഹീലിംഗ് എബിലിറ്റി വെച്ചിട്ട് അവൻ്റെ പെട്രിഫൈഡ് ആയിട്ടുള്ള ആം ഹീൽ ചെയ്യാൻ പറ്റിയെങ്കിലും ജീവൻ അധികം നേരത്തേക്ക് നിലനിർത്തുവാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. അവിടെ വെച്ച് ഏറ്റവും മൂത്ത കിങ് പറയുന്നുണ്ട്, എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാനൊരു വേൾഡ് ട്രിപ്പ് പൊയ്ക്കോളാൻ പറഞ്ഞത്. നീ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ മെറ്റീരിയൽ ഗുഡ്സിനോടൊന്നും നമുക്ക് അധിക സ്നേഹം പാടില്ല, നമ്മുടെ പീപ്പിളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്നിരുന്നാലും സ്വന്തം രാജ്യം തിരിച്ചു പിടിക്കുവാനായിട്ട് നമ്മുടെ ടീം 7 ആ ഒരു 2 രാജാക്കന്മാരോടൊപ്പം തന്നെ അവരുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് 3 നിഞ്ചാസ് ഹയർ ചെയ്ത് നിർത്തിയേക്കുമല്ലേ. സോ നാറൂട്ടോ, കക്കാഷി, സാക്കുറയും ലീയും കൂടെ ചേർന്നിട്ട് ഒരു നല്ലൊരു ഡ്യുവലിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ അവരുമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ നിഞ്ചാസ് റിയാക്ഷൻ ഡ്യൂവലിംഗ് പോയിസൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ ടീം 7 കൊടുക്കുകയായാൽ ബാക്കിയുള്ളവരുടെ എല്ലാ റിയാക്ഷനും സ്ലോ ആകുന്നു. ഇതൊക്കെ നോക്കി അവിടുത്തെ പ്രിൻസിനെ അവർ ക്യാപ്ചർ ചെയ്തിട്ട് ഷാബുദാബയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നാറൂട്ടോ കൂട്ടൻ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ് ചക്ര ഉപയോഗിച്ച് ബാക്കിയുള്ള നിഞ്ചാസിനെ എല്ലാം തുരത്തി ഓടിക്കുവാൻ സാധിച്ചു. സോ നമ്മുടെ ക്യാപ്ചേർഡ് ആകപ്പെട്ട പ്രിൻസ് മിഷൂറി കാണുകയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, എൻ്റെ അച്ഛൻ എന്താണോ ചെയ്തതെന്ന് പറഞ്ഞാൽ അതേ സാധനം തന്നെയാണ് താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത്, നമ്മൾ പീപ്പിളിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഭരിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. ഇവൻ്റെ ഈ കാര്യങ്ങളൊന്നും കേൾക്കാൻ ഷാബയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഷാബാവിനെ ഇവനെ ഡെത്ത് സെൻറ്റൻസിന് വിധിക്കുകയാണ്. അതായത് ഒരു പലയുടെ മണ്ട കയറ്റി വെള്ളത്തിൽ നിന്ന് തള്ളിയിടുക തന്നെ പറയാം.
ഈ ഒരു ടൈമിൽ ബാക്കിയുള്ള നിഞ്ചാസിനെല്ലാം ഡിഫീറ്റ് ചെയ്തിട്ട് നമ്മുടെ സർക്കസ് ഒന്ന് മേടിച്ചായിരുന്നല്ലോ. അവിടെ കുറേ ടൈഗേഴ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു സർക്കസിലെ ആ ഒരു എൻ്റെ ടീമിൻ്റെ ഹെൽപ്പോട് കൂടി ടീം 7 വീണ്ടും അവരുടെ ആ ഒരു പാലസിലേക്ക് റെസ്ക്യൂ അറ്റംപ്റ്റിന് വേണ്ടി പോവുകയാണ്. എന്നിട്ട് അവർ സത്യം പറഞ്ഞാൽ ഡിസ്ഗൈസിലാണ് സർക്കസുകാരുടെ ഒപ്പം തന്നെ ഇതിനകത്ത് കയറിയെങ്കിലും കയറി ഉടൻ തന്നെ ഇവർ ഫൈറ്റ് അങ്ങ് ആരംഭിച്ചു. കക്കാഷി കുറേ പേരോട് ഫൈറ്റ് ചെയ്തു. നമ്മുടെ ലീ ആണെങ്കിൽ നഞ്ചൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ലെഗ് വെയ്സ് ഒക്കെ ഉപയോഗിച്ച് ഫിഷായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ നറൂട്ടോ ഫോക്സ് ചക്ര അൺലീഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇഷിഡാറ്റേനെയൊക്കെ പറപ്പിച്ചങ്ങ് കണ്ടം വരെ വിട്ടു. സാക്കുറ അവളുടെ ആ ഒരു പോയിസൺ ഡിസ്പാച്ച് ചെയ്യാൻ സാധിച്ചിട്ട് നിഞ്ചാസിനെ എല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും പവർഫുള്ളായ നിഞ്ചാസിനുമായിട്ട് എല്ലാവരും തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിഡാറ്റയാണല്ലോ ആ നിഞ്ചാസിൽ ഏറ്റവും പവർഫുള്ളായിട്ട് അത് നറൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 3 നിഞ്ചാസിൻ്റെ ലീഡറും ഇഷിഡാറ്റ തന്നെയാണ്. ഇതേ സമയത്ത് നമ്മുടെ യങ് പ്രിൻസ് ആയിട്ടുള്ള ഹിക്കാറു അവൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി മിഷാറുവിൻ്റെ ഇങ്ങനെ തട്ടി വെള്ളത്തിന് പലകേന്ന് വെള്ളത്തിലൂടെ തട്ടി താടിയിരുന്ന ടൈമിൽ അവൻ്റെ ആ ഒരു കുഞ്ഞ് അമ്പും വില്ലും ഒക്കെ എടുത്തു കഴിഞ്ഞ് അവൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് രക്ഷിപ്പിച്ചെന്ന് തന്നെ പറയാം. ഇതിൽ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 3 നിഞ്ചാസിൽ ഒരാൾക്ക് നല്ല രീതിയിലൊരു പവർ ഉണ്ടായിരുന്നു. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിമീസിനെ ആരെ വേണേലും കല്ലാക്കാൻ വേണ്ടി പറ്റും. സോ ആരെ ആദ്യം ചെയ്യണം? ഇഷിഡാറ്റയോട് നമ്മുടെ ഷാബുദാബ് ഓർഡർ ചെയ്ത് നീ ആദ്യം പോയി യങ് പ്രിൻസിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. അതേ ടൈമിൽ നാറൂട്ടോ ആയിട്ടുള്ള പക ഇങ്ങനെ മൂണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റിനിടയിൽ ഇഷിഡാറ്റെ ആക്സിഡൻ്റലി നമ്മുടെ ഷാബുദാബിനെ തന്നെ പെട്രിഫൈ ചെയ്തു. അതായത് നാറൂട്ടോയുടെ ലെഗ് കുറച്ചൊക്കെ ആ കല്ല് പോലെ ആയെങ്കിലും നമ്മുടെ പ്രിൻസിൻ്റെ സഹായത്തോടു കൂടി ക്രിസൻ മൂൺ റസംഗൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് ഇഷിഡാറ്റയുടെ ചങ്കത്ത് ഒരു ഹിറ്റ് കൊടുക്കുകയാണ്. സോ ഇതോടുകൂടി മെയിൻ വില്ലന്മാരെല്ലാം അന്തരിച്ചു. നമ്മുടെ ഈ അച്ഛന് കൊടുത്ത വാക്ക് പ്രകാരം മിഷൂറി ആ ഒരു ത്രോൺ ടേക്ക് ഓവർ ചെയ്യുകയും അച്ഛന് കൊടുത്ത പോലെ തന്നെ നല്ല രീതിയിൽ പ്രജാപാലനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ കക്കാഷിയും ടീം 7 കൂടെ കൂൾ സീനിൽ തിരിച്ച് ഇവരെ ഇത്രയൊക്കെ നടന്നല്ലേ ക്ഷീണിച്ച് അവസാനമായിക്കൊണ്ടിരുന്നുകൊണ്ട് അവരെ വെക്കേഷനൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഇത് ഏറ്റവും ഷോർട്ട് സമ്മറൈസ് രൂപേണയാണ് ഈ ഒരു കഥ പറഞ്ഞത്. അതായത് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടുള്ള ഒരു മൂവി എക്സ്പ്ലനേഷൻ അല്ല. എന്നിരുന്നാലും മൂവി കാണുവാൻ താല്പര്യം ഇതൊരു നോൺ കാനോണിക്കൽ മൂവി ആയതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്തവർക്ക് എന്തുവാന്ന് കഥ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടുള്ള എക്സ്പ്ലനേഷനേ അല്ല, ജസ്റ്റ് ഒരു ക്വിക്ക് സമ്മറി ഓഫ് വാട്ട് ഈസ് ക്രിസൻ മൂൺ കിങ്ഡം. ബട്ട് എന്നിരുന്നാലും ഒരു കാനോണിക് ഇവന്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അടുത്തൊരു നർട്ട് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ നെക്സ്റ്റ് വീഡിയോ ടാറ്റ ഗൈസ്. told you